മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചക്കവള്ളം പഞ്ചായത്തിൽ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും ഏകോപന യോഗം ചേർന്നു. ചക്കവള്ളം പഞ്ചായത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നടത്തിയ പരിശോധനയിൽ മലമ്പനി രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് സംയുക്ത യോഗം ചേർന്നത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും ഏകോപന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബ്രഹാം ചാക്കോ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷെബി യോഗം ഉദ്ഘാടനം ചെയ്തു. ചക്കവള്ളം പ്രാഥമിക ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹണി ഏലിയാസ് മലമ്പനി രോഗത്തെക്കുറിച്ചും പ്രതിരോധ നടപടികളെക്കുറിച്ചും പ്രതിരോധ പ്രവർത്തനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശദീകരിച്ചു. മലമ്പനി ചെറിയ രീതിയിൽ വന്നു പോകാം, അതായത് ലോ ട്രാൻസ്മിഷൻ ആയിട്ട് ചെറിയ രീതിയിൽ ആദ്യം തുടങ്ങാം. ആ സമയത്ത് എല്ലാവരും ഒരുപോലെ ബാധിക്കും. പക്ഷേ ഇതൊരു ഹൈ ട്രാൻസ്മിഷൻ റേറ്റിലോട്ട് വരികയാണെങ്കിൽ, അതായത് കൂടുതൽ ആയി കണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗർഭിണികളെയും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും ആയിരിക്കും. അവർക്ക് വന്നാൽ അത് കോംപ്ലിക്കേഷൻസ് ഉറപ്പാണ്, മരണകാരണമാവാവുന്നതുമാണ്. അപ്പം ഇതെല്ലാം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട് വലിയൊരു വിപത്താണ് മുന്നിൽ വന്നു നിൽക്കുന്നത്. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ജോബിൻ ജി ജോസഫ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് നടത്തിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകുമാർ PA പഞ്ചായത്തിൽ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന മലമ്പനി പ്രതിരോധം സംബന്ധിച്ച കർമ്മ പരിപാടി അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയമോൾ സാബു, മെമ്പർമാർ, സ്കൂൾ പ്രതിനിധികൾ, കാർഡമം പ്ലാന്റേഷൻ ഫെഡറേഷൻ, വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ, മെഡിക്കൽ ഷോപ്പ്, ക്ലിനിക്, സ്വകാര്യ ആശുപത്രി പ്രതിനിധികൾ, കുടുംബശ്രീ, രാഷ്ട്രീയ, സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.